വിശ്വാസത്തിനെ കുറിച്ച് രണ്ടാമതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്പര വിശ്വാസം എന്ന് പറയും. അത് പരസ്പര വിശ്വാസം ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, കാമുകൻ കാമുകി, സുഹൃത്തുക്കൾ ഈ ഒരു രീതിയിൽ അല്ലാതെ അത് ഏതൊരു ബന്ധത്തിലായാലും ഒരു വിശ്വാസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ ഉടനെ തന്നെ അതെന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ചോദിക്കാതെ ഒന്നുകിൽ നമ്മളെ ഉപദേശിക്കുന്നവർ കാണും, അല്ലെങ്കിൽ വലിയ നമ്മളെന്തോ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നവർ കാണും. അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വേറെ ഒന്നിനെയും കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. വരച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും ഒരബദ്ധം പറ്റും എന്നുള്ള രീതിയിൽ പറ്റും ഓരോ കാര്യങ്ങളിൽ. പിന്നെ ചില സമയങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് നമ്മൾ. പക്ഷേ നമ്മളുടെ ധാരണ അല്ലെങ്കിൽ നമ്മളോട് തോന്നിയൊരു ധാരണ തെറ്റായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും മഹത്വം. എന്താ പറയുക, അങ്ങേയറ്റം വരെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് ആ ഒരു മഹത്വത്തെയാണ്. അംഗീകരിക്കുക, അത് പറയുക, തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ അല്ല കാര്യം. ചിലർക്കുണ്ട് ഇതങ്ങോട്ട് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോടൊരാൾ പറയുകയാണ് എന്തെങ്കിലും ഒരു തെറ്റ് കാര്യം മനസ്സിലാകാതെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞത് അങ്ങനെ ഇരുന്നോട്ടെ, അതിനപ്പുറത്തേക്ക് അത് താങ്കളുടെ മനസ്സ്, താങ്കളുടെ ഇഷ്ടം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരാൾ വിശ്വസിക്കുന്നില്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, മറ്റെന്തെങ്കിലും രീതിയിൽ എന്നോട് സംസാരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവരോട് നമ്മൾ എത്ര പോയി സംസാരിച്ചിട്ട് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളെ ഇത്രയും വർഷമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അവരത് ഞാൻ ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയും, ആ ഒരു രീതിയാണോ, അല്ലെങ്കിൽ എന്താണെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം നമ്മുടെ ചേട്ടന്മാർ, ചേച്ചിമാർ, അവർക്കൊക്കെ നമ്മളെ ശകാരിക്കാനുള്ള അധികാരമുണ്ടെന്ന് ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് അവർക്ക് ഒരു അധികാരമുണ്ട്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളെ ശകാരിക്കാം, വേണമെങ്കിൽ ഒന്ന് തല്ലിക്കോ, അതിലും പ്രശ്നമില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അത് തല്ലണം എന്ന് തോന്നി അത്ര ദേഷ്യം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തല്ലാം. അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വിശ്വസിച്ച്, നമ്മൾ കൺമുന്നിൽ ചില സമയത്ത് കാണുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ നടക്കാറുണ്ട്. ലാസ്റ്റ് എല്ലാം മനസ്സിലായി കഴിയുമ്പം പലതും സംഭവിച്ചു കഴിയും. നമ്മുടെ ജീവിതത്തിൽ പല അരുതാത്തതും സംഭവിച്ചു കഴിയും, പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് വേണം മുന്നോട്ട് പോകാനെന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല. ചില വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്കൊരടി കൊടുത്തിട്ട് അവരുടെ വേദന കുറച്ച് കഴിയുമ്പോൾ മാറും, നമ്മളൊരു അടി കൊടുത്താൽ. പക്ഷേ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ് കഴിഞ്ഞാൽ അത് മാറത്തില്ല. അത് ചില സമയത്ത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നവർ, ഒരിക്കലും നമ്മളെ അങ്ങനെയൊന്നും പറയില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം സ്വന്തം ആളുകളുണ്ട്. അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്ക് ഇനി ആ ഒരു എന്തിനാണ് ഇങ്ങനെ കേൾക്കാനും മാത്രം, എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും. പോട്ടെ, എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കാനും അത്ര മാത്രമേ നമ്മളെ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളാണെന്നാണോ കരുതി വെച്ചിരിക്കുന്നത്. ഒരു സന്ദർഭം കിട്ടിയാൽ എന്ത് തെറ്റും ചെയ്യും എന്ന് തോന്നുന്ന രീതിയിലാണോ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ആരായാലും കരുതി വച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു വിശ്വാസം പലരോടും നമുക്ക് വേണം, അറിയാം. അങ്ങനെ മുന്നോട്ട് പോകണം.
നമ്മളൊരു വിശ്വാസം ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും ക്ലിയർ ചെയ്ത് പോകണം. വിശ്വാസക്കേട് വന്നാലും ക്ലിയർ ചെയ്ത് പോകണം. വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, വിശ്വസിക്കാമോ? പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ആ സ്വഭാവങ്ങളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കും. അപ്പം ഞാനായാലും അങ്ങനെ കുറേ ആളുകളെക്കുറിച്ച് അങ്ങനെ കരുതാറുണ്ട്. എൻ്റെ തോന്നലുകൾ ചിലതൊക്കെ ശരിയാവാറുണ്ട്. മൊത്തം ശരിയായി ആകാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാടായി പോകുന്ന പോലെ തോന്നും. അതുകൊണ്ടില്ല, എന്നാലും ഞാൻ മാക്സിമം ഓരോരുത്തരെ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാറുണ്ട്. അതൊരിക്കലും വലിയൊരു ഇതായിട്ട് കണ്ടെത്തില്ല. അത് കുഞ്ഞുങ്ങളെ ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. അതെല്ലാവർക്കും കാണും. ടീച്ചേഴ്സിനൊക്കെ മിക്കവാറും എല്ലാവർക്കും ആ ഒരു ഗുണം കാണും. നമുക്ക് പെട്ടെന്ന് ഒരാളുടെ രീതികൾ. വിശ്വാസം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. ഒരു നിമിഷം കൊണ്ട് തകർത്ത് എറിയപ്പെടേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ചിലരെന്ത് ചെയ്യും, മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പാടാണ്. പിന്നെ നമ്മുടെ സ്വന്തം ബന്ധം ഏറ്റവും പ്രിയപ്പെട്ടവരാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നിറയെ പ്രശ്നങ്ങളാണ് അല്ലേ, അവരുടെ ജീവിതത്തിൽ നമ്മൾ കാരണം അവരുടെ ജീവിതത്തിലൊരു പ്രശ്നം വേണ്ട എന്ന് കരുതി ഒഴിവാക്കി പല ജീവിതങ്ങളും പോട്ടെ സാരമില്ല എന്തുവാ മോങ്കുട്ടാ എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ് അല്ലേ. നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ചില പ്രശ്നങ്ങൾ നമ്മളായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, അവർ തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും ഒരു വിശ്വാസം എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ ഒരിക്കലും ആ വിശ്വാസം നശിപ്പിക്കാതിരിക്കാനായിട്ട് രണ്ട് പേരും, അത് ആരൊക്കെ തമ്മിലാണോ ആ വിശ്വാസം, അത് ആ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം വിശ്വാസം ഉണ്ടാകുകയും വേണം താൻ. സ്വന്തം അഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് ഒരു വിശ്വാസവും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണ്ട. ഒരാൾ നമ്മളെ വിശ്വാസമില്ലാത്ത രീതിയിൽ നമ്മളോട് സംസാരിച്ചാൽ ശരി, നമ്മൾ അവരോടത് പറയണമെന്ന് വിശദീകരിക്കാൻ ആ നിമിഷം അത് വേണ്ട. എന്നെ വിശ്വാസമില്ലെങ്കിൽ തിരിച്ച് ഞാനും വിശ്വസിക്കാനായിട്ട് നിൽക്കുന്നില്ല. എന്നെ വിശ്വാസമില്ലാത്തവർ ഞാൻ പറയുന്നത് ഇനി മുതൽ കേൾക്കണ്ട എന്നങ്ങ് കരുതിയേക്കുക. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാൻ പോകുന്നൊന്നുമില്ല. ഒന്നോർത്താൽ നമ്മുടെ മനസ്സിന് കുറച്ചുകൂടെ ധൈര്യം വരികയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. കാരണം പിന്നെയും നമ്മൾ അവർ പറയുന്നത് കേട്ടിട്ട് പിന്നെയും നമ്മളുടെ ജീവിതത്തിൽ ഇവർ ഇങ്ങനെയുള്ള വർത്തമാനം മൂലം നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. കാരണം ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായാൽ ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പറയുന്നവരറിയുന്നില്ലായിരിക്കാം നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മളെ അതിനിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരോട് സംസാരിക്കുമ്പോഴായാലും ഒക്കെ. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനൊരു ചേഞ്ച് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് സംസാരിക്കാം. ജസ്റ്റ് വെറുതെ ഒരു സംസാരം എന്നുള്ള രീതിയിൽ. പക്ഷേ ചില മുറിവുകൾ നമ്മുടെ മനസ്സിലേറ്റ് കഴിഞ്ഞാൽ മാറത്തില്ല. അത് എത്ര നാളായാലും അങ്ങനെ കിടക്കും. പ്രത്യേകിച്ച് ഈ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിക്കുക, നമ്മൾ വേണ്ടാത്ത കാര്യത്തിൽ നമ്മൾ ഉപദേശിക്കുക, നമ്മളുടെ ഭാഗം എന്താണെന്ന് ചോദിക്കാതെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, ഇതൊക്കെ നമ്മളെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ ഉപദേശിച്ചിട്ട് അത് വേറൊരു വഴിക്കൊക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. നമുക്കെപ്പോഴും നമ്മൾ മാത്രമായിരിക്കാം കൂട്ടുള്ളത്. നമ്മളുടെ മനസ്സും നമ്മളുമായിരിക്കാം എപ്പോഴും ഇങ്ങനെ ചേർന്ന് പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാനസത്തെ എപ്പോഴും കെയർ ചെയ്ത് വയ്ക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കുറേ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ മനസ്സിനെ ഹാപ്പിയാക്കി വയ്ക്കാൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം, അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഒരു പ്രശ്നമില്ല. പോകുന്നവർ പോട്ടെ, വരുന്നവർ വരട്ടെ, എല്ലാവരെയും ഒരകലത്തിൽ നിന്നുകൊണ്ട് മാത്രം സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാപ്പി. ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കാൻ വരില്ല.
അങ്ങനെയല്ലേ ഉണ്ട്. അല്ലാതെ നമ്മൾ ഒരകലം വെച്ച് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറിയില്ലെങ്കിലുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പല ചോദ്യങ്ങളും നേരിടേണ്ടി വരും. പിന്നെ ചില മനുഷ്യരുണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ അതൊന്നും ഒരിക്കലും ശാശ്വതമായി മാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട്, മനസ്സിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ സ്വയം കണ്ടെത്തുക, സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സമാധാനം നൽകുന്ന കാര്യങ്ങളായിട്ട് മാത്രം നമ്മൾ ചിന്തിക്കുക. ബാക്കിയുള്ളതിനെയൊക്കെ പുറന്തള്ളുക. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മനസ്സ് ഹാപ്പി ആയിരിക്കും. ശരിയല്ലേ?